ഈ ഒരു വീഡിയോക്ക് വേണ്ടി ഞാൻ ഒരുപാട് സമയം കഴിഞ്ഞ് ഞാൻ എത്ര വോയിസ് അങ്ങ് കൊടുത്തിട്ട് ശരിയാവുന്നില്ല. അവസാനം മ്യൂസിക് ഇട്ടിട്ട് ഞാൻ യൂട്യൂബിൽ അങ്ങോട്ട് അപ്ലോഡ് ചെയ്ത്, എന്നിട്ടൊരു സുഖം കിട്ടുന്നില്ല. അപ്പം ജംഷി പറഞ്ഞത് ഒഴിവാക്കിയിട്ട് വോയിസ് ഇട്ടിട്ട് വീണ്ടും ചെയ്യാൻ. അങ്ങനെ അത് ഒഴിവാക്കി വീണ്ടും ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ ചാനലിൽ വീഡിയോ കുറേ ദിവസമായി. എല്ലാവരും ചോദിക്കുന്നത് എന്താ വീഡിടാത്തേ. അതിന് കാരണം എന്താണെന്ന് പറഞ്ഞാൽ, വയനാട്ടിൽ ഉരുൾപൊട്ടിയതിന് ശേഷം ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് എൻ്റെ ഉമ്മ പറഞ്ഞ് ഇപ്പം വീഡിയോ ഒന്നും ഇടണ്ട, കുറച്ച് കഴിയട്ടെ. അടുത്ത വീഡിയോ ഇടാനായപ്പോഴും ഉമ്മ പറഞ്ഞ് ഇപ്പം വീഡിയോ ഇടണ്ട, കാരണം കുറേ ആൾക്കാർ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഒന്നും ചെയ്യുന്നത് ശരിയല്ല. അങ്ങനെ വീഡിയോ ഇടാണ്ടായി കുറേ ദിവസമായി. ഇപ്പം വീഡിയോ ഇടുമ്പോഴോ ഒരു ഗുമ്മും കിട്ടുന്നില്ലെന്നേ. ഈ ഒരു വീഡിയോ എൻ്റെ ഫോണിൽ കുറേ ദിവസമായി കിടക്കുന്നു. വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിട്ട് നടന്നിട്ടുമില്ല. 2 ആഴ്ച മുമ്പ് എനിക്ക് വർക്ക് ഫ്രം ഹോം കിട്ടി. അപ്പോൾ കമ്പ്യൂട്ടറും ലാപ്പെല്ലാം എടുത്തിട്ട് വരുന്ന വഴി എടുത്ത വീഡിയോ ആണ്. സാധാരണ വൈകുന്നേര സമയങ്ങളിൽ ഭയങ്കര ട്രാഫിക് ഉണ്ടാവാറുണ്ട്. എൻ്റെ ഭാഗ്യത്തിന് ഇന്ന് വലിയ ട്രാഫിക്കൊന്നും ഉണ്ടായിരുന്നില്ല. പത്ത് 20 മിനിറ്റിന് ശേഷം നമ്മൾ കരാമെത്താനേ. നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ. എനിക്കാണെങ്കിൽ ദുബായ് മെട്രോ ആണെങ്കിലും ദുബായ് ബസ്സാണെങ്കിലും ടാക്സി ആണെങ്കിലും ദുബായിൽ ഏത് ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമാണ്, ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. അവസാനം നമ്മൾ ഒരു ഷോപ്പിൽ കയറി നല്ല പള്ളിക്കെട്ട് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ പള്ളിക്കെട്ട് ഓർഡർ ചെയ്തു. അടിപൊളിയായിരുന്നു. ഗ്രേവി ഇച്ചിരി കുറവാണെങ്കിലും ചോറൊക്കെ അടിപൊളിയായിരുന്നു. നാട്ടിലെ പള്ളിക്കെട്ടിൻ്റെ അതേ ടേസ്റ്റ്. പീസാണെങ്കിൽ ഭയങ്കര സോഫ്റ്റ് പീസായിരുന്നു. റൈസാണെങ്കിലും നല്ല ചെറിയ അറിയേണ്ട റൈസ്, സൂപ്പറായിരുന്നു. എൻജോയ് ചെയ്ത് ചില്ല് ചെയ്ത് കഴിച്ചു. അൽഹംദുലില്ലാ. അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ കൂടെ നമുക്ക് അച്ചാറും തൈരും ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നല്ല നീർദോശ ഉണ്ടായിരുന്നു. തെള്ളാന്നാണ് ഞങ്ങൾ പറയൽ. അപ്പോൾ വീടിൻ്റെ ആ ഒരു ഹോംലി ഫീലൊക്കെ കിട്ടാൻ വേണ്ടി തെള്ളം അങ്ങോട്ട് ഓർഡർ ചെയ്ത്. അത് നല്ല രസമുണ്ടായിരുന്നു. സോഫ്റ്റായിട്ട് തിന്നായിട്ട് നല്ല രസമുണ്ടായിരുന്നു അതും. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് എൻജോയ് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് വിട്ട്.